അപ്പൊ ഉദ്ധവരും പറഞ്ഞു, കൃഷ്ണ, ഇത്രയും കാലം അങ്ങയെ ആശ്രയിച്ച് ജീവിച്ച് ഇനി ഒറ്റയ്ക്ക് അങ്ങോട്ട് ജീവിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, പരിശീലനം കൊണ്ട് ഇതെല്ലാം ഉറക്കെ പറയൂ മാറ്റിയെടുക്കാം. എനിക്ക് അമ്മമാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊരൊറ്റ ആള് ഒന്ന് ഉയർന്നാലുണ്ടല്ലോ ഒരു കേരളം മാറ്റിമറിയും. എന്താ ചെയ്യേണ്ടത്? അമ്പലത്തിൽ പോവുക, ജപിക്കുക, ഒരു 10-11 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് അമ്പലത്തിൽ പോവുക. ഇതിന്റെ കൂടെ എന്തെങ്കിലും കൃതികൾ പഠിക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഗീതയെങ്കിലും ഒന്ന് പഠിച്ച്, ഇനിയിപ്പോ അത് പഠിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഒന്ന് പഠിച്ച് ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എവിടെയെങ്കിലും സത്സംഗമുണ്ടെങ്കിൽ അതിലും പോവുക. അതായത് ആചരിക്കുകയും വേണം, സത്സംഗങ്ങൾക്കും പോകണം. ഇതൊന്ന് ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് അറിവ് നേടാൻ. പെട്ടെന്നൊന്നും അറിവില്ലെങ്കിലും കാലം കൊണ്ട് പലതിനെ കുറിച്ചുമുള്ളൊരു, ഉറക്കെ പറയൂ, ഈ അറിവ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ സമയം പോകുന്നത്, ഈ പ്രായമായ പിന്നെ വീട്ടിന്റെ ഉള്ളിൽ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. കുറെ കഴിഞ്ഞാൽ ഭർത്താവിന്റെ പാട്ടിൽ പോയി, ഭാര്യയ്ക്കും ഒരുവിധമൊക്കെ പ്രായമായി. ഇനി എന്ത് ചെയ്യും? ഇനി പേരക്കുട്ടികളുടെ കൂടെ പോവാം, കുറെ അങ്ങനെ സമയം ചെലവഴിക്കാം. പക്ഷെ അതും വളർന്നു കഴിഞ്ഞാൽ പിന്നെ അതിനും ആരെ വേണ്ട? പോവാൻ പറയും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചു, ചെറിയ കുട്ടികളോട് വീട്ടിൽ വേണ്ടാത്ത വല്ലതും ഉണ്ടോ എന്ന്, 2 എണ്ണം ഉണ്ടെന്ന് പറയും. അപ്പൊ നമ്മൾ കുറെ കഴിഞ്ഞാൽ അവർക്കൊന്നും വേണ്ടാത്തവരായി മാറും. ഞാൻ തമാശയല്ല പറയുന്നത്. നിങ്ങളെ കുറെ കഴിഞ്ഞാൽ അവർക്കാർക്കും വേണ്ടാത്തതായി മാറും. മനസ്സിലാവുണ്ടോ? ഒരു അങ്കിള് അമേരിക്കയിൽ ചെന്നു മകളുടെ അടുത്ത്. അപ്പൊ ഈ മനുഷ്യന് സമയം പോകില്ലേ, ഭാര്യയാണെങ്കിൽ അടുക്കളയിൽ അതുണ്ടാക്കി ഇതുണ്ടാക്കി എങ്ങനെ സമയം കളയും. ഇദ്ദേഹം TV ചാനൽ കണ്ട് ഒടുക്കത്തെ ചർച്ചകൾ കാണാൻ തുടങ്ങി. അവസാനം ആ പേരക്കുട്ടിക്ക് കാർട്ടൂൺ കാണാൻ പറ്റില്ല. കാരണം അവന്റെ TV കയറിയിട്ടാണ് ഇയാൾ ചർച്ച കാണുന്നത്. ആ കുട്ടി ഇതിലോ റിമോട്ട് എടുത്തിട്ട് ആ കാരണവരുടെ തലയ്ക്ക് അങ്ങ് കൊടുത്തു. ദേഷ്യം വന്നിട്ടേ ഒറ്റ വീക്കാട് വെച്ച് കൊടുത്തു. അപ്പോഴേക്കും എല്ലാവരും ഓടി വന്ന് എന്താ ചെയ്തതെന്ന്. അപ്പൊ ഈ മുത്തശ്ശൻ പറഞ്ഞു, അത് പറയാൻ പറ്റൂ, പേരക്കുട്ടി എന്നെ അടിച്ചു എന്നുള്ളത്. പക്ഷെ വീട്ടിൽ ക്യാമറയൊക്കെ വെച്ചുകൊണ്ട് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്താ പറ്റിയെന്ന്. അപ്പൊ കുട്ടിയോട് ചോദിച്ചു എന്താണെന്ന്. ഇയാളേക്ക് എന്തിനാ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. ആരാ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്? ആലോചിച്ച് നോക്കൂ, വല്ല കാര്യമുണ്ട്? അവിടെ പോയിട്ട് ആ TV കണ്ടിട്ട് ആ കുട്ടിയുടെ എന്നാ അതിന് വല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ കാരണവർ ഇരുന്നതെങ്കിൽ ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടാവുമായിരുന്നു. ആ കുട്ടി പറയും, എന്റെ മറ്റു ഫ്രണ്ട്സിന് പരിചയപ്പെടുത്തി കൊടുക്കായിരുന്നു. ആണോ? പറയൂ നിങ്ങള്. അതിനാവുന്ന കാലത്ത് ഇതൊന്നും വായിക്കില്ല, കേൾക്കില്ല. ഈ ഒടുക്കത്തെ ചർച്ച കാണാൻ പോവും. അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ഗുണമുണ്ട്? കാരണം അതാ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരാള് നന്നാവാനല്ല നോക്കുന്നത്. അതുകൊണ്ട് ജീവിതം നന്നാവണമെങ്കിൽ അമ്മമാരെ പ്രസംഗിച്ചത് കൊണ്ട് നന്നാവില്ല. അതിനെന്ത് വേണം? പരിശീലനത്തിലൂടെ മാത്രമേ നന്നാവുള്ളൂ. ഇന്ന് നിങ്ങൾ പരിശീലിച്ചാൽ നാളെ കരുത്തുണ്ട്. ഇന്ന് നിങ്ങൾ പലതും കേട്ടാൽ നാളെ അറിവ് കൂടെയുണ്ട്. ഈ അറിവാണ് നിങ്ങൾക്ക് മറ്റുള്ളവരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇവിടെ കൃഷ്ണൻ ഉദ്ധവർക്ക് മനസ്സിനെ ഉയർത്താനുള്ള ഒരു അറിവ് പകർന്നു കൊടുക്കുക. കൃഷ്ണൻ എവിടുന്ന ഈ അറിവ് കിട്ടിയത്? അത് നിങ്ങൾ പഠിക്കില്ല. കൃഷ്ണൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഗുരുകുലത്തിൽ പോയി പഠിച്ചിരുന്നു. ഇന്നലെ കണ്ടില്ലേ സുധാമാവിനെയൊക്കെ? എവിടുന്ന കൃഷ്ണന് സുധാമാവിനെ കിട്ടിയത്? വഴി റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണോ? എവിടുന്നാ കിട്ടിയത്? ഗുരുകുലത്തിൽ നിന്ന്. അവതാര പുരുഷനായിരുന്നിട്ട് പോലും കൃഷ്ണൻ ഗുരുകുലത്തിൽ പോയി അറിവ് നേടിയിട്ടുണ്ട്. ഉണ്ടോ? അപ്പൊ ഈ ഹിന്ദു എന്ന ജന്തുവിനും കുറച്ച് അറിവ് വേണ്ടേ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? നമ്മളും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അറിയണ്ടേ? പഠിക്കണ്ടേ? ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ?
എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? ഉണ്ടോ? പിന്നെ ഇങ്ങനെ പ്രായമായ ഈ TV-യിലെ ചർച്ചയിൽ അത് എന്ത് കുന്താ നിങ്ങൾ കാണാം? നല്ലത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് നേരത്തെ തന്നെ ആർജിക്കണം. അതുകൊണ്ട് 3 കാര്യങ്ങൾ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യരുത്. ഒന്നാമത്തത് കൃത്യനിഷ്ഠ. എന്താണ്? ഒരു കോംപ്രമൈസ്. നിങ്ങൾക്ക് നന്നാവണോ, നിങ്ങൾക്ക് കരുത്തുള്ളവരാവണോ, കൃത്യനിഷ്ഠ വേണം. 2, നമ്മുടെ ജീവിതത്തിലുള്ള അനുഷ്ഠാനം. എന്താണ്? അനുഷ്ഠാനം. 3-ാമത്തതാണ് സത്സംഗം. എന്താണ്? അറിവ് നേടുക. 4-ാമത്തതൊന്നുകൂടിയുണ്ട്. ഈ അറിവിനെ മറ്റുള്ളവർക്ക് പറയൂ, പകരം. നിങ്ങൾ നോക്കൂ, നിങ്ങൾ അങ്ങനെ ജീവിച്ചു നോക്കൂ, സമയം പോകുന്ന അറിയില്ല. നിങ്ങൾ ഒരിക്കലും തളർന്നു വരിക്കില്ല. കാരണം ഇതെല്ലാം മനസ്സിന്റെ ഊർജം, മനസ്സിന്റെ ശക്തി കൂട്ടും. നിങ്ങൾ രാവിലെ എണീക്കുന്ന ശക്തി കൂട്ടും. രാവിലെ ഒരു 108 തവണ നാമം ചൊല്ലി അമ്പലത്തിൽ പോയി നോക്കൂ, നിങ്ങളുടെ മനസ്സിന്റെ ശക്തി, ഏകാഗ്രത കൂട്ടും. നിങ്ങൾ അറിവ് നേടും തോറും നിങ്ങൾക്ക് ഒരു സന്തോഷം കൂടി വരും. ഇതിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും തോറും സമയം പോകുന്നത് പോലും അവരൊക്കെ പറയൂ അറിയില്ല. ഇതൊക്കെ വേണോ? അല്ലെങ്കിൽ നിങ്ങൾ വെറും വീട്ടിലിരുന്ന് കുറച്ച് ചാപ്പാടും പലഹാരവും ഉണ്ടാക്കും. അതൊക്കെ കഴിച്ച് മക്കൾ വളരും. പിന്നെ അത് കെട്ടും, അത് അതിന്റെ പാട്ടിൽ പോവും. പിന്നെ അവർക്ക് പ്രാരബ്ധം വരും. പിന്നെ നിങ്ങൾ അവർ കെട്ടിയെടുക്കും. കാരണം പിന്നെ അവർക്ക് പൈസ വേണം, സൗകര്യം വേണം. അത് നിങ്ങളോട് ചോദിക്കുമ്പം നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാം കൂടിയും കെട്ടിയെടുത്തിട്ട് വല്ല ഈ പഴയ സാധനങ്ങളൊക്കെ വീട്ടിൽ നിങ്ങൾ എന്താ ചെയ്യുക? പഴയ സാധനങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ എന്താ ചെയ്യുക? കളയാൻ പറ്റാത്ത സാധനം. എന്നാ നിനക്ക് വേണ്ടതാനും, എന്നാ വേണം താനും, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല കുറച്ച്. അതിനാണ് പണ്ട് കാലത്തൊക്കെ ഈ വീട് വാർക്കുന്ന സമയത്ത്, ഇപ്പൊ കുറവാണത്, വീടിന്റെ റൂമിന്റെ അകത്തൊരു സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു സ്ലാബ് വാർക്കും. ആണോ? അല്ലെങ്കിൽ പഴയ പല പെട്ടികളുണ്ടെങ്കിൽ അതിൽ ഈ സാധനങ്ങളൊക്കെ വാരി നിറച്ച് വല്ല ഷെൽഫിന്റെയും മോളിൽ കയറ്റി വയ്ക്കും. ആണോ? പണ്ടൊക്കെ ഈ തട്ടിമ്പുറം ഉണ്ടായിരുന്നു, ഓടിട്ട വീടുകളുടെ കാലത്ത് ഉണ്ടായിരുന്നില്ലേ? പഴയ സാധനങ്ങളൊക്കെ എവിടെ കയറ്റി വയ്ക്കും? തട്ടിൻ മുകളിൽ വയ്ക്കും. ആണോ? ഇതുപോലെ നിങ്ങളുടെ മക്കൾ നിങ്ങളെ കൊണ്ട് ഇനി വലിയ ഉപകാരമില്ലെങ്കിൽ വെക്കുന്ന തട്ടിൻപുറാണ് ഓൾഡ് ഏജ് ഹോം. ചുരുട്ടിക്കൂട്ടി എവിടെ കൊണ്ടുപോയിടും? എന്താ മിണ്ടാത്തത് നിങ്ങള്? എന്താ മിണ്ടാത്തത്? എവിടെ കൊണ്ടിടും? ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരുവിധം ചെറുപ്പക്കാരായ അമ്മമാരോട് പറയുന്നത്, രക്ഷപ്പെടണമെങ്കിൽ ഇപ്പൊ രക്ഷപ്പെട്ടോളൂ. കാരണം കണ്ടമാനം കുട്ടികൾ വിദേശത്ത് പോവുക. അവരൊന്നും ഇനി ഇങ്ങോട്ട് വരുന്നു വിചാരിക്കരുത്. പ്രായമായാൽ ഒരാൾ നേരത്തെ പോണം. ഒരുമിച്ച് പോയ ചരിത്രം ഇല്ല. ഉണ്ടോ? അപ്പൊ ഒരാൾ വീട്ടിലൊറ്റപ്പെടും. ആദ്യം മിക്കവാറും പോകുന്നത് കാരണവരായിരിക്കും. കാരണം അവിടെ പോയിട്ടൊക്കെ സ്ഥലം ബുക്ക് ചെയ്ത് വെക്കാൻ ആള് പോകും. അപ്പോ അമ്മമാര് മിക്കവാറും വീട്ടിൽ ഒറ്റയ്ക്കാവും. അപ്പം ഈ മക്കൾക്ക് അവിടെ ഇരുന്നിട്ട് സമാധാനം ഉണ്ടാവില്ല. അതും അവർക്ക് ഇത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ മരുമകള് മകനോട് പറയും, എന്തിനാ അമ്മ ഇങ്ങനെ വീട്ടിലിരുത്തുന്നത്, ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് വല്ല ഓൾഡ് ഏജ് ഹോമിലേക്ക് ആക്കിക്കൂടെ. ഇപ്പൊ 2 കാര്യമാണ്. അമ്മ അവിടെ പറഞ്ഞയക്കുകയും ചെയ്യാം, ആ സ്ഥലം എങ്ങനെങ്കിലും വിറ്റ് അവർക്ക് എന്താ വെച്ചാൽ ഇവിടുത്തെ ഇൻവെസ്റ്റ് ചെയ്യാം. മനസ്സിലാവുണ്ട് നിക്ക്? അപ്പൊ ഇത്രയും കാലം പുട്ടും കടലയും ഉണ്ടാക്കി കൊടുത്ത് ട്യൂഷനും പറഞ്ഞയച്ച് കണ്ണിലെണ്ണ ഒഴിച്ച് താഴെ വെച്ചാൽ എന്താണ് ഉടുമ്പരിക്കുമെന്ന് വിചാരിച്ച്, തലയിൽ വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന് വിചാരിച്ച്, മാറി എന്തൊക്കെയോ രീതിയിൽ വളർത്തി, ഇതിനെ വളർത്തി ഒരു നല്ലൊരു വഴിക്കാക്കി. ആ മക്കളാണ് ഇപ്പോ ഒരു വഴിക്കാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ദുരിത ജീവിതം വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? നാളെ ഇങ്ങനെ ഒരു ദുരന്തം എനിക്കുണ്ടാവരുത്. ഇപ്പൊ നിങ്ങൾ കൈപൊക്കാത്തവരുടെ വിചാരം എന്താ അറിയോ? എനിക്കിതൊന്നും ഉണ്ടാവില്ല, LKG പഠിക്കുന്ന സാധനം കയ്യിലുള്ളോട്ടാ, അത് വളരട്ടെ. അന്ന് നിങ്ങൾക്കൊക്കെ ഒരു 10, 50, 60, 70 വയസ്സാകുമ്പോഴേ ഞാൻ പറഞ്ഞത് മനസ്സിലാവുള്ളൂ.
എന്തായാലും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് കേരളത്തിൽ നിൽക്കാനുള്ള താല്പര്യം കുറവാണോ കൂടുതലാണോ? കുറവാണ്. അത് പറയാൻ നമുക്കൊരു കുറവുമില്ല എന്നുള്ളതാണ് വേറെ കാര്യം. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഓൾഡ് ഏജ് ഹബ്ബായി മാറുമോ? പറയൂ. അങ്ങനെ നിങ്ങളുടെ ജീവിതം ആവാതിരിക്കാൻ ഇപ്പോഴേ ഒരു പരിശീലനം. ഈ 4 കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? അത് മറന്നു എപ്പോഴേക്കും. ഉറക്കെ പറയൂ. കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൃത്യനിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യം സമയത്തിന് ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണോ? രാവിലെ നേരത്തെ എണീറ്റ് ശീലിക്കണം, വേണ്ടേ? രണ്ടാമത്തത് ഒരു അനുഷ്ഠാനം. ഇപ്പൊ രാവിലെ ഞാൻ ഇന്നതൊക്കെ ചൊല്ലിയിട്ടേ അടങ്ങുള്ളൂ എന്നുള്ളൊരു വാശി വേണം. രാത്രിയും ഞാൻ ഇന്നതെല്ലാം ചൊല്ലും. മൂന്നാമത്തത്, എവിടെയാണോ അറിവുകൾ കിട്ടുന്നത് അവിടെ നമ്മൾ പോകണം. ഇനി എന്ത് ചെയ്യണം? പ്രായമാവും തോറും ഈ അറിവുകളെ അങ്ങനെ സമയം പോകുന്നത് പോലും അറിയാതെ സുന്ദരമായി നിങ്ങൾ ജീവിച്ചാൽ ഒരാൾക്കും നിങ്ങളെ അരിക്കിലാക്കാൻ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജിൽ കൊണ്ട് തള്ളാൻ തോന്നില്ല. മനസ്സിലാവുണ്ടോ? കാരണം നമുക്ക് അർഹിക്കുന്നതേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ അർഹിക്കാത്തത് ഒരിക്കലും മക്കളായി എന്നതുകൊണ്ട് മക്കളിൽ നിന്ന് നിങ്ങൾ സ്നേഹവും റെസ്പെക്റ്റും അർഹിക്കുന്നു എന്ന് പറയരുത്. ഈ മക്കളായതുകൊണ്ട് ആ ധാരണയാണ് നിങ്ങളെ കുഴപ്പത്തിലാണ്. കാരണം പട്ടിയും പൂച്ചയും പ്രസവിക്കുന്നുണ്ട്, ഇല്ലയാ? ഈ പ്രസവിക്കുന്നത് വലിയൊരു കാര്യമായിട്ട് കൊണ്ട് നടക്കുന്ന അമ്മമാരുണ്ട്. നോക്കൂ, ഇത് നിങ്ങളുടെ വിഡ്ഢിത്തരമാണ്. കാരണം പട്ടി അണ ചേർന്നാലും പൂച്ച അണ ചേർന്നാലും പല്ലി അണ ചേർന്നാലും അതിൻ്റെ ഉള്ളിലും ഗർഭം വരും, അതും പ്രസവിക്കുക. അത് മുട്ടയിട്ടിട്ടോ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഗർഭത്തിൽ കുട്ടി വളർന്നിട്ടോ, ദാറ്റ്സ് നേച്ചേഴ്സ് ഒരു ലോ ആണ്. ആണോ? അത് ബുദ്ധിപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണോ? അത് ബുദ്ധി ഇല്ലാത്തവർക്ക് സംഭവിക്കും, ഇല്ല? അതിന് വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. അതൊരു പ്രക്രിയയാണ്, പ്രകൃതിയുടെ പ്രക്രിയ. എന്നാൽ ആ കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നത് അത് പ്രകൃതിയിലെ പ്രക്രിയയല്ല, അതിനൊരു തപസ് വേണം. ഈ പറഞ്ഞത് ചെയ്യുന്നത് പ്രകൃതി പ്രക്രിയ കൊണ്ട് സംഭവിക്കില്ല, അതൊരു തപസ് വേണം. കാരണം രാവിലെ എണീക്കുക, ഇതൊക്കെ ഈ പറഞ്ഞത് ചെയ്യുക, കുട്ടികൾക്ക് വല്ലതും പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് താനെ സംഭവിക്കുമോ? പറയൂ. അതിന്റെ പേരാണ് തപസ്. എന്താണ്? ഈ തപസ് നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾ മഹത്തുക്കളാകുന്നത്, ശ്രേഷ്ഠന്മാരാവുന്നത്. അതാണ് കൃഷ്ണൻ പറയുക, യദ്യത് ആചരതി ശ്രേഷ്ഠ. ആരാ ശ്രേഷ്ഠന്മാര്? ആചരിക്കുന്നവരാണ് ശ്രേഷ്ഠന്മാര്. നിങ്ങൾ ആചരിക്കാതെ ഒരിക്കലും ആരാവില്ല? ശരിക്കുള്ള ഒരു അമ്മയും അച്ഛനും ആവില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ, നിങ്ങൾ മഹാഭാരതം എടുത്തു നോക്കൂ, കുന്തി ദേവിയെയും ഗാന്ധാരിയെയും കാണുന്ന കൃഷ്ണൻ ഗാന്ധാരിയെ അഭിസംബോധന ചെയ്യുമ്പോഴൊക്കെ അമ്മേ എന്നുള്ള ഒരു വിളി ഇല്ല. എന്നാൽ കുന്തിയെ പലപ്പോഴും അമ്മയായിട്ടാണ് വിളിക്കുന്നത്. ഗാന്ധാരിയെ പലപ്പോഴും ഗാന്ധാരി തന്നെയാണ് വിളിക്കുക. കാരണം ഗാന്ധാരി അത്രേ അർഹിക്കുന്നുള്ളൂ. അവനവൻ അർഹിക്കുന്നതേ അവരവർക്ക് അവർക്ക് പറയൂ കിട്ടുള്ളൂ. നിങ്ങൾ അമ്മയായി തുടരണമെങ്കിൽ നിങ്ങളുടെ ജീവിതം അങ്ങനെയാവണം. അല്ലെങ്കിൽ മക്കൾ നിങ്ങളെ തള്ളയാക്കി മാറ്റും. അമ്മ തന്നെയാണ് തള്ളയാവുന്നത്, അമ്മ തന്നെയാണ് അമ്മയാവുന്നത്. ആണോ? എപ്പോഴാ തള്ളയാവുന്നത്? നിങ്ങൾ നോക്കൂ, സൊസൈറ്റിയിൽ ഒരാളെ തള്ളാന്ന് വിളിക്കുന്നത് ആ വ്യക്തിയെ കൊണ്ട് ഇനി വലിയൊരു പറയൂ പ്രയോജനമില്ലാതെ വരുമ്പോൾ ആ തള്ളയ്ക്ക് എന്താ വട്ടാണോ എന്ന് ചോദിക്കും. അങ്ങനെ പറയുന്നു. എന്നാൽ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പ്രയോജനം ചെയ്യണമെങ്കിൽ നിങ്ങൾ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണം. ആ അമ്മ തന്നെയാ പറയുക. ആണോ? പറയൂ നിങ്ങൾ. അപ്പൊ നമ്മളാണ് നമ്മുടെ വില നിശ്ചയിക്കുന്നത്. വെറുതെ മക്കളോട് പറഞ്ഞ പോലെ എന്റെ വില എന്താ നിങ്ങൾക്ക് അറിയില്ല. എന്ത് വില? കഴുത്തിലും ഒക്കെ കടക്കുന്നതിന് വിലയുണ്ട്, അത് കഴിഞ്ഞാൽ എന്ത് വിലയുണ്ട്? അല്ല, കുറച്ച് സ്വർണത്തിന്റെയോ വീടിന്റെയോ ഗമ കൊണ്ട് വില കാണരുത്. ഒന്നാമത് ഇപ്പൊ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ വീടും വേണ്ട, നിങ്ങളുടെ സ്വർണവും വേണ്ട. അതൊക്കെ കാലം പണ്ടായിരുന്നു. ഇപ്പൊ അതിലൂടൊന്നും അവർക്ക് വലിയൊരു, അവര് അധ്വാനിക്കണം, ഉണ്ടാക്കണം, അങ്ങനെ ചിന്തിക്കുന്നവരാണ്. ആണോ? അല്ലയോ?
ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ കേരളത്തെ വാർത്തെടുക്കണം. പഴയ കേരളമല്ല ഇനിയുള്ള കേരളം. പണ്ടത്തെ കേരളത്തിൽ നിന്ന് നമ്മൾ ഒരു പുതിയ കേരളത്തിലേക്ക്, മക്കളെല്ലാം ഇവിടെ നിന്നും പുറത്തു പോകുന്ന ഒരു കേരളം, ഒരു ഓൾഡ് ഏജ് ഹോമായി കൊണ്ടിരിക്കുന്ന കേരളം, അതൊരു ദുരന്ത കേരളമായി മാറരുത്. മനസ്സിലാവുണ്ട് ഞാൻ പറയുന്നത്? അപ്പൊ അതുകൊണ്ട് ഉദ്ധവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഉദ്ധവരെ ചിലരിൽ നിന്നും കണ്ടു പഠിക്കണം. ചിലരിൽ നിന്നും ആ കാര്യം പറയുമ്പോഴാണ് ഉദ്ധവര് പറഞ്ഞു, എന്താ കൃഷ്ണ, എനിക്കൊന്ന് വിശദീകരിച്ചു തരും. അപ്പോഴാണ് 24 ഗുരുക്കന്മാരുടെ കഥ പറയുന്നത്. ആരൊക്കെയാണ് 24 ഗുരുക്കന്മാര്? പറയാണ്, ഇവരൊക്കെയാണ് ഗുരുക്കൻ. ഏതേമേ ഗുരവോറാനൻ. ആരൊക്കെയാണ്? പൃഥിവി, വായുരാകാശം, ആപോഗ്നി, ചന്ദ്രമാ, രവി, കബോധോ, അജഗര, സിന്ധു, പതംഗ, മധുഗജ. 24 ഗുരുക്കന്മാര്. നമ്മുടെ സമയം അനുവദനീയല്ല അത്രയും പറയാൻ. അത് വളരെ ഷോർട്ടായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് 5 ഇന്ദ്രിയങ്ങളിലൂടെ നശിക്കുന്ന 5 ജീവജാലങ്ങളുടെ കഥ പറയാം. കണ്ണുകൊണ്ട് നശിക്കുന്ന ഒരു ജീവിയാണ് ഈയാമ്പാറ്റ. മഴ പെയ്താൽ പിറ്റേ ദിവസം എന്തുവരും? എല്ലാ വീടുകളിലും കാണാം. ആരെ? ഈ പാറ്റ എങ്ങോട്ടാ പാറി വരുന്നത്? വെളിച്ചത്തിലേക്ക്. പ്രത്യേകിച്ച് ഇതുപോലുള്ള നല്ല 100 വാട്ട് വെളിച്ചത്തിലേക്കൊക്കെ പാറ്റ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ വെളിച്ചം കണ്ട് അടുത്തെത്തുമ്പോഴാണ് അതിന്റെ ചൂടുകൊണ്ട് ആ പാറ്റയുടെ, നിങ്ങൾ നോക്കൂ, ഏത് വെളിച്ചത്തിന്റെയും താഴെ കുറച്ച് പാറ്റ വീണ് കിടക്കുന്നുണ്ടാവും. ഉണ്ടാവുമോ? കാരണം അതിന്റെ ചിറക് കരിഞ്ഞു കിടക്കും. ഇതുപോലെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ. ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു പാറ്റയെപ്പോലെ ആവരുത്. നമ്മളെല്ലാവരും പലതിനോടും, നിങ്ങളിപ്പോ രാവിലെ ഉണ്ടല്ലോ മക്കളെ കാര്യത്തിലേക്ക് ശ്രദ്ധ വയ്ക്കണോ ഇല്ലേ? അവർക്ക് വേണ്ടത് ഒരുക്കി കൊടുക്കുന്നു, ഉണ്ടോ? പക്ഷെ നാളെ ചിറക് കരിയുന്നവരാണെന്ന് നമ്മൾ ആരും അറിയുന്നില്ല. എന്താ ചിറക് കരിയുക എന്ന് പറഞ്ഞാൽ അർത്ഥം? നമുക്ക് ചിറകുകളുണ്ടോ? ഇവിടെ ചിറക് കരിയുക എന്ന് പറഞ്ഞാൽ പ്രായം കൊണ്ടും അവഗണന കൊണ്ടും ഒക്കെ മാനസികമായി തളരേണ്ടവരാണ് നമ്മൾ. പ്രായം കൊണ്ടും പഴയതുപോലെയല്ല. ഇന്ന് പെട്ടെന്നാണ് രോഗങ്ങൾ കയറി പിടിക്കുന്നത്. ആണോ? കോവിഡ് തന്നെ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? നമുക്ക് ചൈനയിൽ അവരുടെ ലാബിൽ നിന്ന് പുറത്തു പോയൊരു വൈറസ് ലോകം മുഴുവൻ എത്തി. അത് ഒരു പരീക്ഷണം ചെയ്ത വൈറസ് ആയതുകൊണ്ടാണ് അതിന്റെ മൾട്ടിപ്ലിസിറ്റി അത് വർദ്ധിപ്പിച്ച് അത് ഭയങ്കര ഒരു ഹ്യൂമൻ ത്രെട്ടായി മാറി. ഉണ്ടോ? ഈ വൈറസുകളൊക്കെ ഇപ്പൊ ഇങ്ങനെ ലോകത്ത് കിടക്കുന്നുണ്ട് പലരുടെയും കയ്യില്. ഇതൊക്കെ ലാബിൽ വെച്ചിട്ട് വീണ്ടും അതിനെയൊക്കെ ചില മ്യൂട്ടേഷൻ വരുത്തി അതിനെ ഒന്ന് മോഡിഫൈ ചെയ്താലല്ലോ ജീവിക്കാൻ പറ്റില്ല മനുഷ്യന്. മനസ്സിലാവുണ്ടോ? നമ്മൾ സേഫ് ആണെന്ന് ഒരിക്കലും കരുതരുത്. പുതിയ പുതിയ രോഗങ്ങളാണ് നമ്മളടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം രോഗങ്ങളെ കൊണ്ട് അപ്രതീക്ഷിതമായിട്ടൊക്കെ രോഗം വന്ന് തളരുന്നവരില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ നമ്മളിങ്ങനെ അന്ധരായിട്ട് ജീവിച്ചാൽ ഒന്നും വരില്ല എന്നാണ് അപ്പം വെച്ചിരിക്കുന്നത്. എനിക്കൊന്നും വരില്ല എന്ന് പറയാൻ ധൈര്യമുള്ളവരെത്ര വരുന്നത് കൈപൊക്കെ കാണട്ടെ. എനിക്കൊന്നും വരില്ല. ഇപ്പൊ നിങ്ങളുടെയൊക്കെ പലരുടെയും വിചാരപ്പതല്ലേ? എന്താന്നും മിണ്ടാത്ത നിങ്ങൾ? ഈ കയ്യിലിരിപ്പിലല്ലേ നിങ്ങൾ പലരും ജീവിക്കുന്നത്? എനിക്കൊന്നും വരില്ല. ഇന്നലത്തെ പത്തെടുത്ത് നോക്കൂ. 2022 1800 പേരാണ് ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചിട്ടുള്ളത്. ഇന്നത്തെ രാവിലത്തെ ന്യൂസ് എന്താണെന്നറിയോ? ഒരുത്തന്റെ കൈ ഒന്ന് പാളി, ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടിയില്ല. വയനാട്ടില് വായിച്ചോ പത്രം? 9 പേര് സ്പോട്ടില് അടിച്ച് തീർന്നു പോയി. എന്നിട്ടാ നമ്മളിപ്പോ സേഫ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നത്. നമ്മൾ ആരും ഇവിടെ പറയൂ സുരക്ഷിതരല്ല. ഇനി ഒരു വശത്ത് ഇങ്ങനെയാണെങ്കിൽ മറുവശത്ത് ഇന്ന് സമൂഹം അത്ര നല്ലതാണോ? ആണോ? എവിടെയാണ്, ആരുടെ മനസ്സിലാണ് എന്ത് ക്രൂരതയാണ് എപ്പോഴാ വരിക എന്നത് നിങ്ങൾ രാത്രി കടന്നുറങ്ങുമ്പോൾ നിങ്ങൾ എന്തുറപ്പിലാ കടന്നുറങ്ങുന്നത്? നമ്മളൊരു അന്ധമായ ഒരു വിചാരമാണ് എനിക്കൊന്നും. അപ്പം അല്പമൊക്കെ ഒരു പേടിയല്ല വേണ്ടത്, നമുക്കൊരു
ഈശ്വരാനുഗ്രഹം വേണം. വേണ്ടേ? ആ ഈശ്വരാനുഗ്രഹം വേണമെങ്കിൽ അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. വേണോ? ഭഗവാൻ ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് നമുക്ക്. നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തനെ തകരാൻ ഞാൻ ഒരിക്കലും. അങ്ങനെയുള്ള ഭക്തരാവണമെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ 4 എണ്ണം വേണം. ഏത് 4 എണ്ണം? ഏത് 4 എണ്ണം വേണം? കൃത്യനിഷ്ഠയും വേണം, അനുഷ്ഠാനമുള്ളവരാവണം, സത്സംഗമുള്ളവരാവണം. ഇതിനെ മറ്റുള്ളവർക്ക്. അപ്പോ പാറ്റയിൽ നിന്ന് പഠിക്കേണ്ടത് എന്താണ്? അന്ധമായി ജീവിക്കരുത്. ചിറക് കരിയുന്ന അനുഭവങ്ങൾ ഉള്ളതുപോലെ രോഗങ്ങളും പല പ്രതിസന്ധികളും നമ്മുടെ മുന്നിൽ. അത് നമ്മളെ തളർത്താതിരിക്കണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം. ക്ലിയർ ആണോ? അത് പാറ്റയിൽ നിന്ന് പഠിക്കണം. കണ്ണുകൊണ്ട് നശിക്കുന്ന ജീവിയാണ് ആര്? കണ്ണുകൊണ്ട് വെളിച്ചം കണ്ട് ചാടി പുറപ്പെട്ടതാണ് ആര്? ഈ അമര. കാതുകൊണ്ട് നശിക്കുന്ന ജീവിയാണ് മാൻ. കസ്തൂരിമാൻ എന്നൊരു മാനുണ്ട്. കസ്തൂരി മണക്കുന്നല്ലോ എന്നുള്ളൊരു പാട്ടുണ്ട്, കേട്ടില്ലേ? കാശ്മീർ ഭാഗങ്ങളിലാണ് അത് കൂടുതൽ. പക്ഷെ ഇപ്പൊ വളരെ റെയറാണ്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ് കസ്തൂരി. ഇത് ശരീരത്തിലുണ്ട്. ആരുടെ? ഈ മാനുണ്ട്. അതിന് നല്ല സുഗന്ധമാണ്. ചില സമയത്ത് ഈ സുഗന്ധം എവിടുന്നാണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വല്ല വേട്ടക്കാരനും വന്ന് അതിനെ അമ്പ് ചെയ്യുന്നത്. എങ്ങനെയാണ് അമ്പ് ചെയ്താൽ, ഈ കസ്തൂരി മാനിന് പാട്ടിനോട് വലിയ ഇഷ്ടമാണ്. ശബ്ദം കേട്ടാൽ അതങ്ങനെ അവിടെ, അതിപ്പോ പക്ഷികളായാലും ശരി, ചില മൃഗങ്ങളായാലും ജീവജാലങ്ങൾക്കൊക്കെ ഉണ്ട്. പണ്ണാൻ തന്നെ നിങ്ങളൊന്ന് ഒരു ശബ്ദം ഉണ്ടാക്കിയാൽ ഒന്നവിടെ നിൽക്കും. അത് ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇതുപോലെ ഈ മാൻ അവിടെ ഒന്ന് നിൽക്കുമ്പോഴാണ് ഒറ്റയടി തീർന്നു. അങ്ങനെ വേട്ടക്കാരന്റെ കയ്യിൽപ്പെട്ടു പോകുന്ന ഒരു മാനിനെ പോലെ എന്തോ ഒരു ശബ്ദം കേട്ട് ആ ശബ്ദത്തിൽ മോഹിച്ച് നിന്നപ്പോ അത് തന്റെ അന്ത്യമാണെന്നൊരിക്കലും മാൻ. ഇന്നിപ്പോ നമ്മുടെ കുട്ടികളാണ് ഇങ്ങനെയുള്ള വേട്ടക്കാരന്റെ കയ്യിൽപ്പെടുന്നത്. ആണോ? ഇതെന്റെ അന്ത്യത്തിലേക്കുള്ള യാത്രയാണെന്ന് മാനറിയാതെ, ഇതുപോലെ എന്റെ അന്ത്യത്തിലേക്കുള്ള യാത്രയാണ് ഈ പ്രേമം എന്നറിയാതെ അതിൽ ചെന്ന് ചാടുന്ന ഇതുപോലുള്ള കസ്തൂരിമാൻ ഇന്ന് കേരളത്തിലില്ല. എന്താ ഒന്നും പറയാത്തത്? ഇങ്ങനെയുള്ള കസ്തൂരിമാൻ ഈ കേരളത്തിലില്ല. ഉണ്ടോ ഇല്ലയോ? അതുകൊണ്ട് ഇത്തരം അപകടങ്ങളൊക്കെ വിളിച്ചു വരാതിരിക്കണമെങ്കിൽ ഒരു ദൈവാനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാവണം. ഒരു നാരായണ കവചം എവിടെ ഉണ്ടാവണം? ആർക്ക് ചുറ്റും ഉണ്ടാവണം? അപ്പൊ ഉള്ളെന്ന് തോന്നിക്കും ഭഗവാൻ ദേ എന്തോ അപകടം ഉണ്ടെന്ന്. ചിലതൊക്കെ ഭഗവാൻ മുൻകൂട്ടി കാണിച്ചു തരും. ഉണ്ടോ? കാണിച്ചു തരുമോ? ബോധമുള്ളവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. അതിനാണ് നമ്മൾ രാവിലെ എണീറ്റ് ഉപാസനാദി സംസ്കാരങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമത്തത് മാനിൽ നിന്ന് പഠിക്കണം. മൂന്നാമത്തത് ഇപ്പൊ കണ്ണുമായി കാതുമായി, മൂക്കിൽ നിന്ന് പഠിക്കണം. എന്താ മൂക്കിൽ നിന്ന് പഠിക്കാനുള്ളത്? മൂക്കുകൊണ്ട് നശിച്ചു പോകുന്ന ജീവിയാണ് വണ്ട്. അതിങ്ങനെ പറന്ന് പ്രത്യേകിച്ച് ഈ തടാകങ്ങളിലൊക്കെ താമരയിൽ നിന്നും ഒരു സുഗന്ധം അതിന് കിട്ടും. തേനിന്റെ ഒരു സ്മെല്ല് കിട്ടും. ഈ സ്മെല്ല് കിട്ടുമ്പോൾ അത് നേരെ ചെന്ന് താമരയിലിരിക്കും. പകല് താമര നല്ലവണ്ണം വിടർന്നിട്ടുണ്ട്. ഈ തേനെല്ലാം വലിച്ചു കുടിച്ച് അതിന് കുറച്ചു കഴിഞ്ഞാൽ, ഈ വൈകുന്നേരം കണ്ടില്ലേ റോട്ടിൽ ഇങ്ങനെ പല ആസനങ്ങളിലും കിടക്കുന്നവര്, ഇതുപോലെ ഈ തേനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ഉന്മത്തത വരും, ഇൻടോക്സിക്കേഷൻ കിട്ടും. പിന്നെ അതിന് പറക്കാൻ പറ്റില്ല. അപ്പോഴായിരിക്കും സൂര്യൻ പതുക്കെ പടിഞ്ഞാറേക്ക് പോകുന്നത്. അതോടുകൂടി താമര പറയും പൂർണ്ണമത പൂർണ്ണമിതെന്ന്. താമരയ്ക്ക് എന്ത് സംഭവിക്കും? അത് കൂടി അടയും. അതിൽപ്പെട്ട് വണ്ട് ചത്തുപോകും. ഇതിപ്പോ എന്തിനാ നിങ്ങളോട് പറഞ്ഞു തരുന്നത്? ഇതുപോലെ ഒരു കുടുംബത്തിൽ മക്കള് അതിന് രാവിലെ ഇടിയപ്പവും ചട്നി ഉണ്ടാക്കി, അതിന് നല്ല നെയ്റോസ്റ്റൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ജീവിതം കൊണ്ട് നടന്ന് അതിനെ ട്യൂഷനും പറഞ്ഞയച്ച് ഒരു അമ്പലവും ഇല്ല, ഒരു സാധനയും ഇല്ലാതെ പോയാൽ, കുറെ കഴിഞ്ഞാൽ അത് അതിന്റെ പാട്ടിൽ പോയാൽ
ഇതിവിടെ കടന്ന് കൂമ്പി അടഞ്ഞ് ചത്തുപോകും. അതുകൊണ്ട് മനസ്സും ശരീരവും ആരോഗ്യമുള്ളപ്പോൾ പറക്കാൻ പറ്റുന്ന സമയത്ത് പറക്കണം. കുറച്ച് സാധനയും കൂടി ഇതിൻ്റെ കൂടെ ചെയ്ത് ശീലിച്ചാൽ മറ്റുള്ളവർ പോയാലും വഴി ഒരിക്കലും മുടങ്ങില്ല. നിങ്ങളൊരു വഴി ഉണ്ടാക്കി വെച്ചിട്ട് യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവർ കൂടെ ഉണ്ടെങ്കിലും കൂടെയില്ലെങ്കിലും അതൊന്നും നിങ്ങളെ അലട്ടില്ല. യോഗരതോവാ ഭോഗരതോവാ സങ്കരതോവാ സംകവീന യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദദേവ. ഇഫ് യു ഹാവ് എ റൂട്ട്, നിങ്ങൾക്ക് വ്യക്തമായൊരു ജീവിതചര്യയുണ്ടെങ്കിൽ ആള് കൂടെയുണ്ടെങ്കിലും ആള് കൂടെയില്ലെങ്കിലും അതൊന്നും നിങ്ങളെ മാനസികമായി, എന്നാൽ വെറും കുടുംബകാര്യം മാത്രം നോക്കി അതിലൊട്ടിപ്പിടിച്ച് ജീവിച്ചാൽ അത് ഈ വാഴയ്ക്കൊക്കെ താങ്ങു കൊടുക്കുന്ന പോലെ ഉണ്ടാവും. ഈ വാഴയ്ക്കൊക്കെ താങ്ങു കൊടുക്കുന്ന സമയത്ത് എങ്ങാനും ആ താങ്ങ് അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് വീണുപോയാൽ നല്ല കായ്ഫലമുള്ള ഒരു വാഴക്കൊല എന്നിരിക്കുക. അതിനാണ് നിങ്ങൾ താങ്ങ് കൊടുത്തിരിക്കുന്നത്. ആ താങ്ങ് വീണുപോയാൽ പിന്നെന്താ സംഭവിക്കുക? വലിയ മൈസൂർ മറ്റേ പാളയംകോടൻ വാഴക്കൊലയൊക്കെയാണ് ഇരിക്കുക. അതിനാണെങ്കിൽ നല്ല ഹൈറ്റും ഉണ്ടാവും. അതിനൊക്കെ നല്ലൊരു ഊന്നൊക്കെ കൊടുത്താൽ വീണുപോയാൽ പിന്നെ വാഴയ്ക്ക് എന്താ സംഭവിക്കുക? നേരെ കുത്തനെ ഒടിഞ്ഞ് വീണിട്ടുണ്ടാവും. ആണോ? താങ്ങാനുള്ളൊരു കഴിവ് അതിനില്ല. ഇതുപോലെ വെറും കുടുംബത്തെ മാത്രം ആശ്രയിച്ച് ജീവിച്ച് ഇതിനപ്പുറത്തൊരു ജീവിതചര്യ ഇല്ലാതെയായാൽ കുടുംബത്തിലുള്ളവരൊക്കെ അകന്നു പോകുമ്പോൾ, താങ്ങ് വീണു പോകുമ്പോൾ മെന്റലി തളർന്ന് പിന്നെ ഡിപ്രഷൻ അടിച്ച് അസുഖക്കാരനായി ജീവിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ തളരാതിരിക്കണമെങ്കിൽ നിരന്തരമായി ഒരു റൂട്ടിലൂടെ നമ്മൾ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലാവേണ്ട നിങ്ങൾക്ക്, കുറച്ച് കഷ്ടപ്പെട്ടാലും ജീവിതത്തിൽ ഒരിക്കലും തളരുകയില്ല. മെനക്കെട്ടാൽ തളരുകയില്ല. അതൊക്കെ അവഗണിച്ച് തോന്നിയതുപോലെ ജീവിച്ചാൽ മറ്റുള്ളവർ ഇല്ലെങ്കിൽ മാനസികമായി വിഷമങ്ങളും വേദനകളുമായി ജീവിച്ചു തീർക്കണം. ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ വിഷമിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ ഊർജത്തോടെ ജീവിക്കാം. ഏതാ വേണ്ടത്? ഒരു ഉത്സാഹത്തോടെ ജീവിക്കണമെങ്കിൽ ആ ജീവിതം ദൈവം തരുന്നതല്ല, നമ്മൾ നിരന്തരം പരിശീലിച്ച് നമുക്ക് കിട്ടുന്നതാണ്. ആണോ? അങ്ങനെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദിവസം പോകുന്നത് അറിയില്ല. ഇങ്ങനെ ആരിൽ നിന്ന് പഠിക്കണം? വണ്ടിൽ നിന്ന് പഠിക്കണം. ഒന്നിലും അമിതമായി ഒട്ടിപ്പിടിച്ച് ജീവിച്ചാൽ അത് അവനവന്റെ അന്ത്യമുണ്ടാക്കും. ഇങ്ങനെ മൂന്നായി. ഇനി പാരാണ്? ഇനി 2 ഇന്ദ്രിയങ്ങൾ കൂടിയുണ്ട്. കണ്ണായി, കാതായി, ഇനി നാക്ക്. രുചി. ഈ നാക്കിന്റെ രുചിയിൽ കുരുകിപ്പോകുന്നതാണ് മത്സ്യം. മുക്കുവൻ ഒരരയിട്ട് എര വെച്ചുകൊണ്ട് ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ ഈ എര മാത്രമേ ആര് കാണുള്ളൂ? മത്സ്യം. അത് ചെന്ന് വിഴുങ്ങും. അപ്പോഴേക്കും ഇയാളെ പിടിച്ചു വലിക്കും. അതോടുകൂടി ഇതിന്റെ കഴുത്തിൽ കുരുങ്ങി. കണ്ടില്ലേ ഫിഷിങ്? ആ മത്സ്യം അതിന്റെ ആ ഇരയുടെ ഉള്ളിലുള്ള ഒരു ഇരുമ്പ് കൊളുത്ത് അവർക്ക് പറയൂ, കാണുന്നുണ്ടോ? ഇല്ല. അത് കാണുന്നത് ഇരകை മാത്രമേ കാണൂ. ഇതുപോലെയാണ് നമ്മുടെ നാക്ക്. ഇന്ന് പ്രത്യേകിച്ച് കുട്ടികളത് അറിയുക. ഈ ചെറുപ്പത്തിലുണ്ടല്ലോ, അനാവശ്യ ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഈ ലഡുകളും അതുപോലുള്ള കെമിക്കലും അക്യുമുലേറ്റ് ചെയ്ത് പല സെൽസുകളെയും അത് കേടുവരുത്തുന്നത് നമ്മളാരും അറിയില്ല. ഏതെങ്കിലും തരത്തിലൊരു ഇൻഫെക്ഷൻ അത് ബോഡിയിൽ ഉണ്ടാക്കിയാൽ ഈ ഇൻഫെക്ഷ്യസ് സെൽസ് പിന്നീട് അതിനുണ്ടാകുന്ന ക്രമേണ ഉണ്ടാകുന്ന ഈ ഇൻഫെക്ഷൻ ക്രമേണ
ഒരു എന്താ പറയുക, ഒരു രോഗമായി, അല്ലെങ്കിൽ അത് സെൽസിനെ മുഴുവൻ കേടുവരുത്തി അതങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരുമ്പോൾ ഒരു സുപ്രഭാതം ഡോക്ടർ പറയും 3-ാം സ്റ്റേജാണ്, 4-ാം സ്റ്റേജാണ്. ഇത് സാധനം അധികവും വരുന്നത് ആഹാരത്തിൽ നിന്നാണ്. ഏതിൽ നിന്നാണ്? അതുകൊണ്ട് ആഹാരശുദ്ധോ സത്വശുദ്ധി. ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്, പറയൂ, ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നതും എല്ലാം ഒന്ന് ശ്രദ്ധ വയ്ക്കുക. കാരണം ഏത് ഭക്ഷണം ഉണ്ടാക്കിയാലും, ഇപ്പം നിങ്ങൾ ചിപ്സ് ഉണ്ടാക്കുന്നു, നിങ്ങൾ എന്ത് പലഹാരം ഉണ്ടാക്കിയാലും അത് കുറച്ച് ദിവസമേ നിൽക്കുള്ളൂ, 2-3 ദിവസം ആണോ? എന്നാൽ ഇത്രയും സാധനങ്ങളൊക്കെ ഒരു കേടുപറ്റാതെ നിൽക്കുന്നുവെങ്കിൽ അതില് എന്താ പറയുന്നതിന്? പ്രിസർവേറ്റീവ്സ് എന്ന് പറയും. അതൊക്കെ കെമിക്കലാണ്. അത് നമ്മുടെ ശരീരത്തിനൊട്ടും, പറയൂ, നോക്കൂ, ശരീരത്തിൽ നമ്മൾ കഴിക്കുന്നത് ദഹിക്കാതെ പോകുന്നത് അവിടെ സ്റ്റോർ ചെയ്ത് കിടക്കും. എല്ലാം ദഹിപ്പിക്കാനുള്ള കഴിവ് നമ്മുടെ സിസ്റ്റത്തിന് ഇല്ല. ചില കെമിക്കലൊക്കെ അവിടെ കിടക്കും. ഈ കെമിക്കൽസ് അവിടെ ഇവിടെയും കിടക്കുന്നത് ബ്ലഡിൽ ചേർന്ന് പല സെല്ലുകളിലും പോയി ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ഈ ഇൻഫെക്ഷനാണ് ക്രമേണ സെല്ലുകളിൽ മാറ്റങ്ങൾ വരുത്തി ക്രമേണ നമ്മുടെ ശരീരത്തിൽ പല, പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളാവും. ഒരു 55 വയസ്സിൽ ഒരാൾക്ക് ക്യാൻസർ 3rd സ്റ്റേജ് ആണെങ്കിൽ മനസ്സിലാക്കണം, ഒരു 7-8 വയസ്സിൽ കഴിച്ച ആഹാരത്തിന്റെ റിയാക്ഷൻസ് ആണ് 55-ലും 60-ലും 3-ാം സ്റ്റേജിലും 4-ാം സ്റ്റേജിലും എത്തിക്കുന്നത്. അല്ലാതെ ഒരൊറ്റ ദിവസം കൊണ്ട് എത്തിക്കുന്ന അല്ലത്. മനസ്സിലാവുണ്ടല്ലോ? അതുകൊണ്ട് അമ്മമാര് ശ്രദ്ധിക്കണം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, ആഹാരശുദ്ധോ സത്വശുദ്ധി. എന്താണ് ആഹാരശുദ്ധോ സത്വശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വല്ലതും മനസ്സിലാവും നിങ്ങൾക്ക്? ആഹാരം ശുദ്ധമായാലേ ആരോഗ്യവും ശുദ്ധമാവും. കഴിയുന്നതും പച്ചക്കറി വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഇനി ക്രമേണ അത്തരം ക്ലാസ്സുകളൊക്കെ നമുക്ക് ഉണ്ടാവണം. വീടുകളിൽ കൃഷി, കാരണം തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതൊക്കെ മാരക വിഷങ്ങൾ അടിച്ച സാധനം. നോൺ വെജ് എന്ന് പറയുന്ന സാധനത്തിൽ പ്രത്യേകിച്ച് അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ഈ ചിക്കൻ എന്നൊരു സാധനം കുട്ടികൾക്ക് ജന്മം കൊടുത്തു പോരുത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഹോർമോൺ ഉണ്ട്. ഇതെല്ലാം ഹോർമോൺ ടാബ്ലറ്റ് കൊടുത്ത് വളർത്തുന്നതാണ് ഈ കോഴികൾ. നിങ്ങൾ ഈ ബോയിലർ കോഴിയുടെ ആയുസ് കേട്ടിട്ടുണ്ടോ? എത്രയാ? ആർക്കെങ്കിലും അറിയാം ബോയിലർ കോഴി എത്ര ദിവസം വരെ ജീവിക്കുക? ആർക്കാ അറിയാ? എത്ര ദിവസം വരെ ജീവിക്കും? 45 മാക്സിമം. അപ്പോഴേക്കും അത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും. അപ്പൊ അതിന് ഹോർമോൺ കൊടുത്ത് ചീർത്ത് വീർപ്പിച്ച ഒരു ശരീരം. ഒരു സാധാരണ കോഴി വളരണമെങ്കിൽ 2-2.5 വർഷമൊക്കെ എടുക്കുന്നു, ആണോ? ഇത് 40 ദിവസം കൊണ്ടൊരു കോഴി അതിന്റെ വളർച്ചയിൽ എത്തിക്കുക പറഞ്ഞാൽ അത് മുഴുവൻ എന്താണ്? ഹോർമോണിന്റെ ഒരു വളർച്ച കൊണ്ടുണ്ടായത്. ആ ഹോർമോൺ മനുഷ്യ ശരീരത്തിലെത്തുമ്പോൾ നമ്മുടെ ഹോർമോൺ പാറ്റേൺ മുഴുവൻ മാറും. ഇന്ന് നോക്കൂ, 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, പെൺകുട്ടികൾ പീരീഡ് ആവാൻ തുടങ്ങുന്നു സ്കൂളിൽ, പല സ്കൂളുകളിലും. ആ കുട്ടിക്ക് 8ഉം പൊട്ടും തിരിയില്ല. എന്തൊരു ദുരന്താണ് വെക്കുന്ന നോക്കൂ. ഇതെല്ലാം ഫുഡിൽ നിന്നുണ്ടാകുന്ന മാറ്റമാണ്, ആണോ? എന്താ ഒന്നും മിണ്ടാത്തത്? കുട്ടികളുടെ സ്വഭാവത്തെ, ഹോർമോൺ ശരീരത്തിൽ അധികരിച്ചാൽ സ്വഭാവത്തെ ബാധിക്കും. അതുകൊണ്ടാണ് പല കുട്ടികളും ലഹരിയിലേക്കും പല കുട്ടികളും പല രീതിയിൽ അക്രമങ്ങളിലേക്കും വഴിതെറ്റിപ്പോകുന്നത്. മനസ്സിലാവുണ്ടോ നിക്ക്? ഇതൊക്കെ അമ്മമാരെ ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ അപകടത്തിലേക്കുള്ളൊരു പോക്കാണ്. അതുകൊണ്ട് വീട്ടിൽ നല്ല ശുദ്ധമായ ആഹാരം ഉണ്ടാവണമെങ്കിൽ രാവിലെ എണീറ്റ് നിങ്ങളൊന്ന് അമ്പലത്തിൽ പോയി 108 പ്രാവശ്യം നാമം ചൊല്ലി നോക്കൂ. ഉണ്ടാക്കുന്ന ആഹാരം അത്രയും രുചികരായിരിക്കും. കാരണം നിങ്ങളുടെ മനസ്സുണ്ടല്ലോ, പോസിറ്റീവ് ആവും തോറും ഉണ്ടാക്കുന്ന ആഹാരത്തിനും ആ പോസിറ്റീവ് എന്താ ഒന്നും വേണ്ടാത്തത് ഗുണങ്ങളുണ്ടാവും. ഒരു നെഗറ്റീവായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുടെ ഭക്ഷണം കഴിച്ചാൽ പോലും ആ വ്യക്തിയുടെ മനസ്സിനെയും ആ ആഹാരം സ്വാധീനിക്കും. അതുകൊണ്ട് പറയും മാതൃഹസ്തേന ഭോജനം. ആരുടെ കൈ കൊണ്ടുണ്ടാക്കണം?
അമ്മയുടെ കൈകൊണ്ടുള്ള ഭക്ഷണം കഴിക്കണം. രാമകൃഷ്ണ പരമഹംസര് ഒരിക്കൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചപ്പോ അദ്ദേഹം വന്ന് പറയാണ്, ഇന്ന് എനിക്കെന്തോ ഒരു സുഖമില്ലായ്മ തോന്നുന്നു, ഓരോ സ്വപ്നങ്ങളൊക്കെ വരുന്നു. അപ്പൊ പറയായിരുന്നു, ഞാനിന്ന് പുറത്തുനിന്നാണ് ഭക്ഷണം കഴിച്ചത്. പണ്ട് കാലത്ത് ഈ ഭക്ഷണത്തിൽ വളരെ ശ്രദ്ധ വെച്ചിരുന്നു പണ്ടുള്ളവര്. അവരവരുടെ വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ അത്രയും അറിയുന്ന വീട്ടുകളിൽ നിന്നേ അവര് ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. ആണോ? ഇന്നിപ്പോ അത് കംപ്ലീറ്റ് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഒരു ഹാബിറ്റായി. ഈ ഹോട്ടലുകളിലൊക്കെ കഴിക്കുന്നത് വളരെ, കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾ പറയുന്നത് എനിക്ക് അനുഭവമുള്ള കാര്യമാണ് പറയണത്. ഒരിക്കല് ഒരു കേരളത്തിന് പുറത്ത് ഒരു കെമിക്കൽ ഫാക്ടറിയിൽ ഞാൻ പോയി. അതിന്റെ ഒരു പാർട്ട് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ കൊണ്ടുപോയത്. ഞാൻ അവിടെ സപ്താഹത്തിന് പോയി. ഇത് മുഴുവൻ ഭക്ഷണത്തിൽ ചേർക്കുന്ന ടേസ്റ്റ് മേക്കേഴ്സ് ഉണ്ടാക്കണം. ഈ സാധനങ്ങളൊക്കെ ഇത്തിരി ഇങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ രുചി അടിപൊളി. പക്ഷെ മുഴുവൻ ഉണ്ടാക്കുന്നത് കെമിക്കലാണ്. ഇത് കഴിക്കുന്ന ആൾക്ക് നാക്കിന് രുചിയാണ്, പക്ഷെ എവിടെ കൊണ്ട് തീർക്കും എന്നൊരിക്കലും പറയാൻ സാധ്യമല്ല. മനസ്സിലാവുണ്ടോ? ഇന്ന് വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ഈ പിടിക്കുന്ന ഫുഡുകളൊക്കെ നല്ലതല്ല എന്നൊക്കെയല്ലേ ഇടയ്ക്ക് പത്രത്തിൽ വരുന്നത്. ആണോ? ഏത് ഹോട്ടലിൽ അവര് വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടോ അവര് പറയണത് കഴിക്കാൻ? അപ്പൊ കഴിച്ചവരുടെ അവസ്ഥ എന്താണ്? മനസ്സിലാവുണ്ടോ പറയുന്നത്? അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം. നാക്ക് വളരെ പ്രധാനമാണ്. നമ്മുടെ കുട്ടികളെ പോലും നമ്മുടെ അമ്മമാര് പണ്ട് അവരുടെ അമ്മമാരിൽ നിന്നാണ് ഭക്ഷണം ഉണ്ടാക്കി പഠിച്ചത്. ആണോ? ഇന്ന് കുട്ടികൾ അമ്മമാരിൽ നിന്ന് പഠിക്കുന്നില്ല. ഉണ്ടോ? ഇന്നത്തെ കുട്ടികൾ അമ്മമാരിൽ നിന്ന് പഠിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാ പഠിക്കാത്തത്? കാരണം അമ്മയ്ക്ക് രാവിലെ ഇതിനെ ട്യൂഷന് പറഞ്ഞയക്കണം, പിന്നെ അതിനെ ക്ലാസ്സിൽ പറഞ്ഞയക്കണം, അമ്മയ്ക്ക് ഇതിനെ പഠിപ്പിക്കാനും പിന്നെ അത് കല്യാണം കഴിച്ചാൽ എന്താ ഉണ്ടാക്കി കൊടുക്കുക? അപ്പൊ പിന്നെ രണ്ടും ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നു. ഹോട്ടലിൽ നിന്നും കഴിക്കണ്ട, സുമാട്ടോ തോണ്ടിയാൽ മതി വരും. ഈ ഗ്രാമങ്ങളിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടോ എനിക്കറിയില്ല. വരാൻ തുടങ്ങിയോ? സ്വിഗ്ഗി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ പല പല സാധനങ്ങളും ഉണ്ടോ? ഈ സാധനങ്ങളൊക്കെ വന്ന് മടിയന്മാരായി എല്ലാം രോഗത്തിലേക്കാണ് പോകുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴേ രോഗികളായ ഒരു സമൂഹത്തിൽ നിന്ന് അടുത്ത തലമുറ എങ്ങനെ വരിക? അടുത്ത തലമുറ എങ്ങനെയുണ്ടാവുക? അതിലേറെ രോഗങ്ങളായിരിക്കും, അല്ലേ? പ്രതിരോധ ശക്തി കുറച്ചുകൂടി. അതിന്റെ തലമുറ വരുമ്പോഴോ ഇങ്ങനെയായിരിക്കും ഒരുപക്ഷെ മാനവരാശി ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായി മാറുന്നത്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയും ഡാർവിൻ. അതായത് ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ള ശരീരപ്രകൃതമായാൽ പിന്നെ ആ സ്പീഷീസ് മുഴുവൻ നശിച്ചു പോകുന്നുള്ളത്. മനസ്സിലാവുണ്ടോ? ഇതാരാ ഉണ്ടാക്കി വെച്ച് ഇവനാ? ആരാ ഇതിന് പ്രധാന ഉത്തരവാദികള്? പറയൂ. നിങ്ങൾ ഈ അമ്പലത്തിലൊക്കെ ഉണ്ടല്ലോ, കുറെ കുട്ടികൾക്ക് കുക്കിംഗ് ക്ലാസ്സുകളൊക്കെ എടുക്കണം. കുറച്ചവരെ കുക്കിംഗ് ഒക്കെ പഠിപ്പിക്കണം. വേണോ? ഞാനിത് പറയാൻ കാരണം ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് അവിയലും ഓലനൊന്നും വേണ്ട. ആകെ വേണ്ടത് നൂഡിൽസ് മാത്രമേ ഉള്ളൂ. 3 നേരം നൂഡിൽസ് കഴിക്കാൻ തയ്യാറുള്ള ആണോ അല്ലയോ? ഈ സാധനമൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഇതിലുള്ള കെമിക്കൽസ് എങ്ങനെയൊക്കെയാണ് ബോഡിയിൽ എഫക്ട് ചെയ്യുക. പണ്ടൊക്കെ ഈ സിഗരറ്റിന്റെ മുകളിൽ പരസ്യം ഉണ്ടാവുക, തൊണ്ട ക്യാൻസർ വന്നതൊക്കെ. ഇനിയിപ്പോ മാഗിയുടെ മുകളിൽ പരസ്യം വെക്കേണ്ട കാലമാണ്. മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ നമ്മള് പറഞ്ഞു കൊടുത്താൽ പോലും കുട്ടികൾക്ക് ഇതിലൊന്നും, കാരണം ആദ്യം ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന അമ്മയാണ്. ആദ്യം നൂഡിൽസിന്റെ മുന്നിൽ നിൽക്കുന്ന അമ്മയാണ്. പിന്നിങ്ങനെ കുട്ടികൾക്ക് പിന്നെ ഇതിലേക്ക് ഒരു അറിവുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കണം. മാതൃഹസ്തേന ഭോജനം. പറയൂ. ഭോജനം. മാതൃഹസ്തേന ഭോജനം. ഞാനിതൊക്കെ പറയുന്നത് എന്താ അറിയോ? ഒരു വീട്ടിൽ അമ്മ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മക്കൾ ആരോ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കിയാവുന്നത് ഏതായിരിക്കും? നാണമല്ലേ നിങ്ങൾക്കത് പറയാൻ?
അതെന്തേ അമ്മയുടെ ഭക്ഷണത്തിനോട് താല്പര്യം കുറയണത്? കാരണം അതിനേക്കാൾ രുചി. എന്നിട്ട് ആ കൊണ്ടുവന്ന സാധനത്തിന് ചീത്ത വിളിക്കും ചെയ്യും, എരിവൊക്കെ കൂടിയെന്ന് പറഞ്ഞിട്ട്. ഇന്ന് എന്തേ അമ്മ ഉണ്ടാക്കിയത് ശരിയാവാഞ്ഞത്? ഞാൻ അമ്മമാരോട് പറയാണ്, നിങ്ങൾ രാവിലെ എണീറ്റ് ഒരു 108 നാമവും ചൊല്ലി അമ്പലത്തിൽ പ്രദക്ഷിണം ചെയ്ത് വീട്ടിൽ പോയി ഭക്ഷണം ഉണ്ടാക്കി നോക്കൂ. നിങ്ങളുടെ മക്കള് പറയും, ഇതുപോലൊരു ഭക്ഷണം ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അതിലെന്തോ ഒരു പ്രത്യേക രുചി, ഞാൻ തമാശ പറയില്ല, അതിലെന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നും. ആ അവസ്ഥ ഉണ്ടാക്കാൻ ആർക്ക് പറ്റും? എത്രണ്ണം പറഞ്ഞു ഞാൻ? എത്രണ്ണം പറഞ്ഞു? 4 ഇനി ഒരു ഇന്ദ്രിയം കൂടിയുണ്ട്, ത്വക്കിന്ദ്രിയം. അതിൽ നശിച്ചു പോകുന്ന ജീവിയാണ് ആന. നശിക്കുക പറഞ്ഞാൽ പാപം, നല്ലൊരു ജീവിതം ഇല്ലാതെ തീരും. കണ്ടില്ലേ നമ്മുടെ അരിക്കൊമ്പന്റെ കാര്യം? ഒരു സ്ഥലത്തു നിന്നും എത്ര മയക്കുമടി ആണോ! ഈ ആനയെ പിടിക്കാൻ വേണ്ടി വേറൊരു ആനയെ പറഞ്ഞേക്കും. അതിന്റെ പേരാണ്, അതൊക്കെ നിങ്ങൾക്ക് നല്ലോണം അറിയാം, കുങ്കിയാണോ തുമ്പിയാണോ എന്നൊക്കെ ഉള്ളത്. ഈ കുങ്കി ആന അവിടെ പോയ പിടിയാനെ പറഞ്ഞയക്കുക. അരിക്കൊമ്പൻ എന്താണ്, കാട്ടാനയാണ്. പാണായ ആനയെ പിടിക്കാൻ വേണ്ടി ഒരു പെണ്ണാനയെ പിടിയാനെ കുങ്കിയാനെ പറഞ്ഞേക്കും. എന്നിട്ട് ഈ കുങ്കിയാൻ അവിടെ പോയി ഒന്ന് കുലുക്കി ശരീരമൊക്കെ ഒന്ന് 2 തുള്ളലൊക്കെ ഡാൻസൊക്കെ കളിച്ച് ഈ ആനയോട് പറയും, സുന്ദരൻ ഞാനും സുന്ദരി നീയും ചേർന്നിരുന്ന തിരുവോണമെന്ന്. പാവം നമ്മുടെ അരിക്കൊമ്പൻ അവിടുന്ന് പതുക്കെ ഇറങ്ങി വന്നു കുങ്കി ആനയോട് ലോകി അടിക്കാൻ വേണ്ടിയിട്ട്. ഇത് തന്റെ അവസാനത്തെ പഞ്ചാരയാണെന്നുള്ളത് ആരറിഞ്ഞില്ല? ഈ അരിക്കൊമ്പൻ അറിഞ്ഞില്ല. അപ്പോഴേക്കും ടിഷും ടിഷും മയക്കുവെടി തൂക്കിയെടുത്ത് ലോറിയില്. എന്നിട്ട് നാട്ടുകാര് നാണമില്ലാതെ തന്നെ യാത്രയപ്പ് കൊടുത്തിരിക്കുക. കഷ്ടം. ഏതോ തമിഴ്നാട്ടിൽ പോയിട്ട് ഇപ്പൊ തമിഴ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രേ അരിക്കൊമ്പൻ. ഇവിടെ മര്യാദയ്ക്ക് മലയാളം പറഞ്ഞുകൊണ്ട് നടന്ന ആളാണ്. ഇങ്ങനെ ഇന്ദ്രിയങ്ങളിൽ അമിതമായി വീണുപോയാൽ, ആ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ അടിമപ്പെട്ടാൽ, അത് കുറെ കഴിഞ്ഞാൽ ജീവിതത്തിന് വലിയ അനർത്ഥങ്ങളും നാശങ്ങളും വരുത്തും. വളരെ ശ്രദ്ധിക്കണേ. മനുഷ്യന് അവന്റെ ഊർജത്തെ സദുപയോഗവും ചെയ്യാം, അതിനെ ദുരുപയോഗം. അമിതമായി ദുരുപയോഗം ചെയ്താൽ അത് മനസ്സിന്റെ ഒരു സൈക്കിക് ലെവലിനെ കേടുവരുത്തും. അത് കുറേ കഴിഞ്ഞാൽ, ഇപ്പൊ നോക്കൂ, മദ്യം, മയക്കുമരുന്ന്, കാമം, ഇതൊക്കെ അമിതമായി കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ ഡിസോർഡർ വരും. ആ ഡിസോർഡറിനെയാണ് നമ്മൾ മാനസിക രോഗങ്ങൾ എന്ന് പറയുക. ഈ മാനസിക രോഗങ്ങളൊക്കെ വരുമ്പോഴാണ്, ഇപ്പൊ ഈ കാമം അധികരിക്കുമ്പോഴാണ് പാവം പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ പോയി സെക്ഷലി അബ്യൂസ് ചെയ്യുക. കാരണം അവന്റെ ഉള്ളിൽ ഈ സൈക്കിക് പെർവേർഷൻ വന്നു. അതുപോലെ അഡിക്ഷൻ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ മാനസിക ആശുപത്രിയിൽ, നിങ്ങൾ ഡി അഡിക്ഷൻ സെന്ററുകളൊക്കെ കേട്ടില്ലേ? വയലന്റ് ആവും ചിലർ ഭയങ്കര വയലന്റ് ആവും, വീട്ടിലെ അക്രമങ്ങൾ ഉണ്ടാക്കും. മനസ്സിലാവുണ്ടല്ലോ? അമിതമായാൽ അമൃതം വിഷം എന്ന് പണ്ടുള്ളവരതാ പറഞ്ഞു. അപ്പോ ഏത് കാര്യത്തിലും ഒരു സെൽഫ് ഡിസിപ്ലിൻ വേണം. വേണ്ടയോ? ആ ഡിസിപ്ലിൻ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ചില കൃത്യനിഷ്ഠകളും അവിടെയാണ് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പൊ അതുകൊണ്ട് ചെറുപ്പകാലത്തിൽ തന്നെ കുട്ടികളെ ഒരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഉള്ളവരാക്കിയാൽ വഴി തെറ്റാൻ സാധ്യത, ഇനി തെറ്റിയാൽ പോലും പെട്ടെന്ന് തിരിച്ചു വന്ന് അവർക്ക് അവരുടെ റൂട്ട് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അവരൊരിക്കലും മരിച്ചു പോകുന്നവരോ ആത്മഹത്യ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ജീവിതത്തിൽ താളം തെറ്റുന്നവരോ ആയിത്തീരില്ല. ഇങ്ങനെ കുറെ ഗുരുക്കന്മാര്, ഇനിയുണ്ട് ഒരുപാട് ഗുരുക്കന്മാര്. ഈ ഗുരുക്കന്മാരുടെ ഒക്കെ കഥ പറഞ്ഞു കൊടുത്തിട്ട് ഉദ്ധവരോട് പറഞ്ഞു, ഉദ്ധവരെ ഒരു കാര്യം മനസ്സിലാക്കണം, അങ്ങേ തളർത്താൻ അങ്ങയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ, ഉയർത്താനും ആർക്കേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വിലപിടിച്ച ജീവിതം, ഇതിന്റെ ശക്തിയും കരുത്തും നിലനിർത്താൻ അങ്ങ് ശ്രമിക്കണം എന്ന് പറഞ്ഞ് ഉദ്ധവർക്ക് ഭഗവാൻ കൊടുക്കുന്ന അതിഗംഭീര ഉപദേശമാണ്. ഈ ശ്ലോകം നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റിയാൽ നല്ലതാണ്. 11 23 അധ്യായത്തിൽ 43 ശ്ലോകത്തിൽ പറയും, നായം ജനോമേ സുഖദുഃഖഹേതു
നദേ പദാത്മാ ഗൃഹകർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേത്. എന്റെ ജീവിതത്തിന്റെ സുഖദുഃഖങ്ങൾക്ക് കാരണം മറ്റുള്ളവർ അതിനൊരു പ്രേരകമായേക്കാം. തളരണോ തളരണ്ടയോ തീരുമാനിക്കുന്നത് എന്റെ മനസ്സാണ്. ഞാൻ അതിനെ തളരാത്ത വിധത്തിൽ കൊണ്ടു നടന്നാൽ അതിനെ തളർത്താൻ ഒരാൾക്കും സാധ്യമല്ല. അത് ഞാനാണ് പരിശീലിക്കേണ്ടത്. അതുകൊണ്ടൊരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ഒക്കെ ഉള്ളൊരു ജീവിതം നയിക്കുന്ന ഒരാളെ തളർത്താൻ, അത്ര എളുപ്പത്തിൽ തളർത്താൻ സമൂഹത്തിൽ ഒരാൾക്കും സാധ്യമല്ല. ഇത് ഞാൻ മനസ്സിലാക്കുന്നു. ഉദ്ധവരെ, ഇതാണ് അങ്ങയ്ക്കും പറഞ്ഞു തരാനുള്ളത്. ഇത് അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് കൊണ്ടു നടക്കണം എന്ന് പറഞ്ഞ് ഉദ്ധവര് ഇതൊക്കെ ഉൾക്കൊള്ളുന്നു. പിന്നെ ഉദ്ധവരോട് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കണ്ട, അങ്ങ് ബദരീനാഥിലേക്ക് പോയിക്കോളൂ എന്ന്. ഭഗവാന്റെ പാതുകങ്ങളൊക്കെ കൊടുത്തു. ഭഗവാൻ ഉദ്ധവരെ ഭഗവാൻ എങ്ങോട്ട് പറഞ്ഞയച്ചു? ബദരീനാഥിലേക്ക്.